മീര, ഇതെന്താ ഇവിടെ? വെറുതെ ബോറടിച്ചപ്പോ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇതാണോ സച്ചിൻ പറഞ്ഞ ഓറഞ്ച് കോട്ടേജ്? ശരിക്കും പേടി തോന്നുന്നു. അത് ഇതല്ല മീര. ഫാക്ടറിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാ ഇത്. വല്ലപ്പോഴുവാ ഞാൻ പോലും ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നത്. എല്ലാം നോക്കി നടത്താൻ ഞാനൊരാളല്ലേ ഉള്ളൂ. മീര വാ, നമുക്ക് പോവാം. ഹലോ സർ. ഹായ്. ഇരിക്കെ സർ. ഹരി, അന്ന് ഹിമ നിങ്ങളുടെ CEO ദിലീപ് സുന്ദരത്തെ കണ്ടപ്പോൾ പറഞ്ഞത് പുതിയ പ്രോജക്റ്റ് ഹിമയെ ഏൽപ്പിക്കുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കണം എന്നല്ലേ? അതെ സർ. വിച്ച് മീൻസ് ഹിമ ദിലീപ് സുന്ദരത്തിന് കൊടുക്കാനുള്ള 25 ലക്ഷം രൂപ സെറ്റിൽ ചെയ്തതിന് ശേഷം പുതിയ പ്രോജക്റ്റ് നൽകുന്ന കാര്യം ആലോചിക്കാം എന്നൊരർത്ഥം കൂടെ ഇല്ലേ അതിനെ? ഉണ്ടാകാം. ഓക്കെ. എനിക്ക് മീരയോടെയും കൂടി ചില കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന് വിളിക്കാം. അത് എന്താ മീര ഇല്ലേ ഇവിടെ? കുറച്ച് ദിവസങ്ങളായി മീര എന്നോടൊപ്പം ഇല്ല. എവിടെ പോയി? എനിക്കും അറിയില്ല സർ. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒക്കെ ഉപേക്ഷിച്ച് പോകാൻ മാത്രം. ഒരാളെ കാണാതെ അയാൾ. ഡോണ്ട് യു നോ ദെയർ ആർ സം ഫോർമാലിറ്റീസ് ടു ബി ഫോളോഡ്? തിരിച്ചു വരും സർ. ആ ഒരു പ്രതീക്ഷയില്ല ഞാനിപ്പോ. ഹിമയും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയിലായിരുന്നല്ലോ നിങ്ങൾക്ക്. അത് ഓർമ്മ വേണം. ഹരിക്ക് മറ്റൊന്നും തോന്നരുത്. മീരയ്ക്ക് വേറെ എന്തെങ്കിലും റിലേഷൻ, ഐ മീൻ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മീര വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അതല്ലാതെ. ഓക്കെ. ആ സർ. എന്താ? ഈ 5A ക്വാർട്ടേഴ്സിൽ അടുത്ത കാലത്ത് ഒരു താമസക്കാരനുണ്ടായിരുന്നു, ഒരു സച്ചിൻ ജേക്കബ്. കുറച്ച് ദിവസങ്ങളായി അയാളെ എവിടെയെങ്കിലും കാണാറില്ല. യു മീൻ? അല്ല, സാറ് ചോദിച്ചപ്പോൾ തോന്നിയൊരു സംശയം, അത്രേ ഉള്ളൂ. ഓക്കെ. സച്ചിൻ ജേക്കബ്, ഫാദർ ആന്റണി നെടുങ്കുഴി. നോക്കാം. പ്രിയപ്പെട്ട സച്ചുവിനെ. നിനക്ക് സുഖല്ലേ? പഴയ പോലെ എനിക്ക് യാത്രയ്ക്കൊന്നുമുള്ള ശരീരസുഖം തീരെയില്ല. എൻ്റെ കണ്ണടയും മുമ്പ് പ്രോപ്പർട്ടീസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. നിന്റെ കുമ്പസാര രഹസ്യം സൂക്ഷിച്ച് നെരിപ്പോടായ എൻ്റെ ജീവിതത്തിന് ഈ കാര്യത്തിലെങ്കിലും ഒരാശ്വാസം ഉണ്ടാകണം. ദുരൂഹമായ നിന്റെ സഞ്ചാരപഥങ്ങളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. മറ്റു 3 അഡ്രസ്സിലും നിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാഞ്ഞിട്ടാണ് ഈ അഡ്രസ്സിൽ എഴുതുന്നത്. സ്ഥിരമായ ഒരു ഫോൺ നമ്പറും നിനക്കില്ലല്ലോ. എന്തായാലും എവിടെയാണെങ്കിലും നീ വരുമെന്ന പ്രതീക്ഷയിൽ, ഫാദർ ആന്റണി നെടുങ്കുഴി. സച്ചിൻ ജേക്കബ്, ഫാദർ ആന്റണി നെടുങ്കുഴിയെ മാനസികമായി നീട്ടുന്ന ഒരു കുമ്പസാര രഹസ്യത്തിൻ്റെ ഉടമ. സ്ഥിരമായ ഒരു മേൽവിലാസമില്ലാത്തവൻ. മേൽവിലാസം മാത്രമല്ല സാർ, ഒരു സ്ഥിരം ഫോൺ നമ്പർ പോലും ഇല്ലെന്നല്ലേ അച്ഛൻ തന്നെ എഴുതിയിരിക്കുന്നത്? യാ, സച്ചിൻ്റെ ഒരു കുമ്പസാര രഹസ്യം ഫാദർ ആന്റണിയെ വല്ലാതെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദികനെ കാലങ്ങളോളം വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് സച്ചിൻ്റെ കൈകളിൽ സംഭവിച്ചിട്ടുണ്ട്. ശരിയാണ് സാർ, മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. ആ ഹരിയില്ലേ, അയാളുടെ ഭാര്യയും ഇപ്പോൾ മിസ്സിംഗ് ആണ്. ഒപ്പം അവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സച്ചിൻ, അവനെയും കാണാനില്ല. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം പറയാൻ പറ്റില്ലല്ലോ സാർ. ഇക്കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ. ഹരിക്ക് ഈ കേസിൽ എന്തോ പങ്കുണ്ടെന്ന് മീരയ്ക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാണ് സാഗറും പറയുന്നത്. ബട്ട് അത് എന്നല്ല നമ്പാൻ മുടിയാതെ. മനസ്സിലായി. സാഗറിന് പ്രതിസ്ഥാനത്ത് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അല്ലേ സാർ? അത് ശരിയാണ്.
എങ്കിലും സർ, ഈ കാണാതായ ഹിമയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മീര? ഉം, സ്വാഭാവികമായും തന്റെ ഭർത്താവിന് അവളുടെ തിരോധാനത്തിൽ പങ്കുണ്ടെന്ന ആരോപണത്തിൽ മനസ്സ് വിഷമിച്ച് മീര അങ്ങനെയും സംഭവിച്ചുകൂടെ? ഒരു സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെ നമ്മൾ യാത്രയിട്ട് കാര്യമില്ല. എങ്കിൽ വാട്ട് ഇസ് നെക്സ്റ്റ് സർ? മൈത്രിപുരം നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ് സർ, എനിക്കും അങ്ങനെ തോന്നുന്നു. ഫാദർ ആന്റണി നെടുങ്കുഴി നമുക്കൊരു പിടിവള്ളിയാകും, തീർച്ച. സച്ചിൻ, സച്ചിൻ, സച്ചിൻ. സച്ചിൻ, ആ എന്താ ഇവിടെ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. അത് എസ്റ്റേറ്റിന്റെ പഴയ പ്രമാണം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. അത് നോക്കിയെടുക്കാൻ വന്നതാ. കണ്ടില്ല. കുഴപ്പമില്ല, പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. ബാംഗ്ലൂരിൽ നിന്ന് സുധാകർ ഷെട്ടിയുടെ മെസ്സേജ് വന്നു. ഞാൻ സബ്മിറ്റ് ചെയ്ത 3 ഡിസൈൻസും അപ്രൂവലായി. എനിക്കുള്ള ചെക്കും പുതിയ അസൈൻമെന്റ് ഡീറ്റെയിൽസും ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്ന്. വാവ്, ഗ്രേറ്റ് ന്യൂസ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്റെ കൂടെ കൂടിയതോടെ ജാതകം തെളിഞ്ഞു അല്ലേ? സച്ചിൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ ചെക്കും പുതിയ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസും ഒന്ന് കളക്ട് ചെയ്യോ? വൈ നോട്ട്? എവിടെയാന്ന് പറഞ്ഞോളൂ. നമ്മുടെ വാർഡ്വിൻ കോംപ്ലക്സിനടുത്തുള്ള സജിനയുടെ ഓഫീസിൽ ചെന്നാൽ മതി. സജനയുടെ ഓഫീസിലോ? ആ അതെ, ഞാൻ അവളുടെ നമ്പർ തരാം. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ അവൾ അറിയണ്ട. പിന്നെ അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. അപ്പൊ പിന്നെ ഞാൻ പോയി കളക്ട് ചെയ്ത സജനയ്ക്ക് അത് ഡൗട്ട് ആവില്ലേ? അത് ആരെങ്കിലും വിട്ട് എടുപ്പിച്ചാ മതിന്നേ. ആ, അതെ, ഫാദർ ആന്റണി നെടുങ്കുഴി ഉണ്ട്, വിളിക്കാം. ഓക്കെ. ആരാ? ഗുഡ് ഈവനിങ് ഫാദർ. ആ, ആ, നമസ്കാരം. നമസ്കാരം. ഐ എം DYSP ശിവരാമൻ. ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട് ഫാദർ എഴുതിയ പല ബുക്സുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സന്തോഷം. എന്താണാവോ വിശേഷിച്ച്? ഒരു കാര്യം അറിയണം ഫാദർ. IT ഉദ്യോഗസ്ഥനായ ഹരി നമ്പ്യാരുടെ ഭാര്യ മീരയെ കാണാനില്ല. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മേ ബി യു ക്യാൻ ഹെൽപ്പ് മീ ഫാദർ. രാവിലെ മുതൽ ആരോ വരും എന്നൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ആ, അതുപോട്ടെ. ഈ വിഷയത്തിൽ എന്താണ് എൻ്റെ റോൾ? ഹരിയുടെ അടുത്ത ഫ്ലാറ്റിലെ ചെറുപ്പക്കാരനോടൊപ്പമാണ് മീര പോയിരിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ ഫാദർ അറിയും. ഒരു സച്ചിൻ ജേക്കബ്. സച്ചിനോ? സച്ചിൻ ജേക്കബിന് ഫാദർ അയച്ച കത്ത്